ഒരിക്കൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ സ്റ്റാർട്ടപ്പായി ആഘോഷിക്കപ്പെട്ട് വിദ്യാർത്ഥികളുടെ പഠന രീതിയിൽ വിപ്ലവം സൃഷ്ടിച്ച് $22 ബില്യൺ മൂല്യമുണ്ടായിരുന്ന ബൈജൂസ്, സാക്ഷാൽ ലിയോണൽ മെസ്സി മുതൽ വിരാട് കോഹ്ലിയും ഷാറുഖ് ഖാനും മോഹൻലാലും എന്ന് തുടങ്ങി വളരെ ഹൈ പ്രൊഫൈൽ സെലിബ്രിറ്റികൾ വരെ ബൈജൂസിന്റെ പരസ്യത്തിൽ മുൻനിരയിൽ വന്നു തുടങ്ങിയ ഒരു കാലം. ഇന്ത്യയിലെ ഡിജിറ്റൽ പഠനത്തെ ഭരിച്ചിരുന്നൊരു ഭീമൻ ഇന്ന് അതിജീവനത്തിനായി പോരാടുകയാണ്. ബൈജൂസിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ബൈജു രവീന്ദ്രൻ ജനിച്ചു വളർന്നത്. അധ്യാപക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ബൈജു പഠിച്ചു വളർന്നത് ഒരു മലയാളം മീഡിയം സ്കൂളിലാണ്. ചെറുപ്പം മുതലേ പഠനത്തിലും സ്വയം പഠിക്കുന്നതിലും മിടുക്കനായ അവൻ റേഡിയോയിലേക്ക് വരുന്ന ക്രിക്കറ്റ് കമാൻഡറിയൊക്കെ കേട്ടാണ് ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ സഹായിക്കുന്നതിനോടൊപ്പം 100% മാർക്ക് കാറ്റ് എക്സാമിൽ വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അധ്യാപനത്തോടുള്ള അദ്ദേഹത്തിന്റെ ഈ അഭിനിവേശം ചെറിയ ചെറിയ ക്ലാസ്സുകളായി തുടങ്ങാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ആദ്യമൊക്കെ തന്റെ വീട്ടിലെ സ്വീകരണ മുറിയിലായിരുന്നു ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിരുന്നെങ്കിൽ പോകെ പോകെ അത് വലിയ വലിയ സ്റ്റേഡിയങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ ഇദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായി തുടങ്ങിയിരുന്നു. വർഷം 2011 ആയപ്പോഴേക്കും അത് തിങ്ക് ആൻഡ് ലേൺ എന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറി. കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ ദിവ്യ ഗോകുൽനാഥും സഹസ്ഥാപികയായി ചേർന്നു. ശേഷം 2015 അവർ അവരുടെ ഐക്കോണിക് ബൈജൂസ് ആപ്പ് പുറത്തിറക്കിയത്. ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ എന്നേക്കുമായി പഠിക്കുന്ന രീതി തന്നെ മാറ്റിമറിക്കുകയുണ്ടായി. വെറും 90 ദിവസത്തിനുള്ളിൽ 2 ദശലക്ഷം ഡൗൺലോഡുകളാണ് ബൈജൂസ് ആദ്യഘട്ടത്തിൽ കൈവരിച്ചത്. ഇത് 2022 ആയപ്പോഴേക്കും അത് 150 ദശലക്ഷം ഉപയോക്താക്കളായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി സിക്വയ, ടെൻസൻ എന്ന് തുടങ്ങി ചാങ് സക്കർബർഗ് പോലെയുള്ള ഭീമന്മാർ ബൈജൂസിലേക്ക് നിക്ഷേപകരായി ഒഴുകിയെത്താൻ തുടങ്ങി. ഇത് ബൈജൂസിന്റെ സുവർണ കാലഘട്ടമായി അടയാളപ്പെടുത്തുകയുണ്ടായി. ബൈജൂസ് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിക്കോൺ സ്റ്റാർട്ടപ്പും പിന്നീട് അത് ഡെക്കാക്കോണുമായിട്ട് മാറി. കൊറോണ പാൻഡമിക് സമയത്ത് ബൈജൂസിന്റെ മൂല്യം $22 ബില്യൺ ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ വേഗത്തിലുള്ള വളർച്ചയ്ക്ക് ബൈജൂസിന് വൈകാതെ വലിയ വില നൽകേണ്ടി വന്നു. വൈറ്റ് ഹാറ്റ് ജൂനിയർ ഉൾപ്പെടെയുള്ള കമ്പനികളെ ബൈജൂസ് ആക്രമണാത്മകമായി ഏറ്റെടുക്കാൻ തുടങ്ങിയെങ്കിലും പിന്നീട് അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇതിനെല്ലാം പകരമായി ബൈജൂസിന് വന്നത് $1.2 ബില്യൺ വായ്പയാണ്. മാത്രമല്ല, തെറ്റായ വാഗ്ദാനങ്ങൾ നൽകിയാണ് ബൈജൂസ് അംഗങ്ങൾ കുട്ടികളുടെ മാതാപിതാക്കളെ ബൈജൂസിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള പരാതികളും ഒരു ഭാഗത്ത് കുന്നുകൂടുന്നുണ്ടായിരുന്നു. എത്രയെടുത്താലും തീരാത്ത ഹൈ പ്രഷർ സെയിൽസ് ടാർഗറ്റും എംപ്ലോയീസിനോടുള്ള ടോക്സിസിറ്റിയും ബൈജൂസിനെ പ്രതികൂലമായി തന്നെ ബാധിച്ചു. കൊറോണയ്ക്ക് ശേഷം ഓഫ്ലൈൻ സ്കൂളുകളെല്ലാം വീണ്ടും തുറന്നതോടെ ബൈജൂസിന്റെ ആവശ്യകത ഗണ്യമായി കുറഞ്ഞു. ഇതേ തുടർന്ന് ബൈജൂസ് ആയിരക്കണക്കിന് ജീവനക്കാരെയാണ് ഒരുമിച്ച് പിരിച്ചുവിടുകയുണ്ടായത്. ജീവനക്കാർക്ക് സമയത്തിന് ശമ്പളം കൊടുക്കാൻ പോലും ബൈജൂസിന് ആ സമയത്ത് സാധിച്ചിരുന്നില്ല. നഷ്ടം 4500 കോടി കവിഞ്ഞതും ET റെയ്ഡും ബൈജൂസിന്റെ ഹെഡ് ഓഫീസിലുണ്ടായി. ഇതോടുകൂടി ഓഡിറ്റർമാരും ബോർഡംഗങ്ങളും ബൈജൂസിൽ നിന്ന് രാജിവെച്ചു തുടങ്ങി. അപ്പോഴേക്ക് $22 ബില്യൺ നിന്ന് ബൈജൂസിന്റെ മൂല്യം വെറും $1 ബില്യൺ കൂപ്പുകുത്തി. കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ബൈജൂസിന്റെ വായ്പ തിരിച്ചടവുകൾ മുടങ്ങിയതോടെ US വായ്പാദാതാക്കളിൽ നിന്ന് കേസുകളും വരാൻ തുടങ്ങി. സ്പോൺസർഷിപ്പ് കുടിശ്ശിക അടക്കാത്തതിനെ ചൊല്ലി BCCIയുമായി അവർ നിയമയുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. കമ്പനി ഇന്ന് ബാങ്ക്രപ്സിയുടെ അറ്റത്താണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ കമ്പനിയെ എത്രത്തോളം ആഴത്തിലാണ് ബാധിച്ചിട്ടുള്ളതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഇന്ത്യയുടെ എഡ്യൂടെക് കിരീടമായ ബൈജൂസിന് എന്ത് സംഭവിച്ചു? ഇത് അത്യാഗ്രഹമോ അതോ അമിത വിശ്വാസമോ അതോ മോശം സമയമോ? ബൈജൂസ് ഇപ്പോഴും ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അതിവേഗ വളർച്ച പിന്തുടരുന്ന എല്ലാ സ്റ്റാർട്ടപ്പുകൾക്കും ഇതൊരു മുന്നറിയിപ്പ് കഥയാണ്.